കായംകുളം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി.ജെ.പി. പ്രതിനിധികൾക്ക് 11ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണവും അനുമോദനവും നൽകി. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ. അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കായംകുളം നഗരസഭയിൽ വിജയിച്ച ബി.ജെ.പിയുടെ 5 കൌൺസിലർമാർക്ക് ബി.ജെ.പി. 11ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും അനുമോദനവും നൽകി. കൌൺസിലർമാരായ അനിത എസ്, കവിത രാജേഷ്, ഷീല പ്രസാദ്, രാജേഷ് കമ്മത്ത്, പുളിയറ വേണുഗോപാൽ എന്നിവർക്കാണ് സ്വീകരണവും അനുമോദനവും നൽകിയത്. ശാന്താരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാരായണപിള്ള സ്വാഗതം പറഞ്ഞു. ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ. അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതത്തെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എത്രയോ പുറകിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 11 വർഷത്തെ ഭരണ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിനുണ്ടായ കുതിപ്പിന്റെ, ഇന്ത്യ മഹാരാജ്യത്തിനുണ്ടായ വികസന നേട്ടങ്ങളുടെ ഒരു ഫലം കൂടിയാണ് ഇന്ന് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുകൾ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചത്. നമ്മൾ ഇവിടുത്തെ സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളികളോട് പറഞ്ഞു, നിങ്ങളുടെ വേതനം ഉയർത്താനും തൊഴിലിനങ്ങൾ ഉയർത്താനും പ്രതിജ്ഞാബദ്ധമായി ഈ ഗവൺമെന്റ് മുമ്പിലേക്ക് പോകും. നമ്മളതിന് വാഗ്ദാനം കൊടുത്തു. ഇന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് നമ്മൾ എത്ര ദിവസമായി ഉയർത്തി? 100 ദിവസം, 125 ദിവസമായി ഉയർത്തിയിരിക്കുകയാണ്. തൊഴിലാളികളുടെ തൊഴിൽ അവർക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി. പക്ഷേ ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പല പഞ്ചായത്തുകളിലും പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, പല വാർഡുകളിലും CPM-ന്റെയും കോൺഗ്രസിന്റെയും മെമ്പർമാരുള്ള പല വാർഡുകളിലും 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ പോലും തൊഴിലാളികൾക്ക് നൽകാൻ ആവശ്യമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി, ലേബർ ബഡ്ജറ്റ് തയ്യാറാക്കി അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. തൊഴിലാളികളെ സംസാരിക്കും, നിങ്ങൾക്ക് വേതനം കൂട്ടാം, നിങ്ങൾക്ക് തൊഴിൽ തരാമെന്ന് പറയുമ്പോഴും CPM ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ തൊഴിലാളികൾക്ക് 50% തൊഴിലാളികൾക്ക് 100 ദിവസത്തെ തൊഴിൽ പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിന്റെ പദ്ധതിയുടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇംപ്ലിമെന്റേഷനിൽ പരാജയപ്പെടുന്ന ഈ ഗവൺമെന്റുകളുടെ കെടുകാര്യസ്ഥതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കേരളത്തില് ഇന്ന് വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്താൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും കടക്കരാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരൊക്കെ NDAയുടെ അനുഭാവികളാണല്ലോ, അല്ലെങ്കിൽ BJPയുടെ അനുഭാവികളാണല്ലോ, പ്രവർത്തകരാണല്ലോ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. നമ്മളെല്ലാവരും കേരള സർക്കാരിന്റെ വലിയ പ്രവർത്തനം കൊണ്ട് 1,88,000 രൂപ കടക്കാരാണ് പെർ ഹെഡ്. ഇവിടെ ഈ ഗ്രാമത്തിൽ എവിടെയെങ്കിലും അമ്മയുടെ ഉദരത്തിൽ ഒരു കുട്ടിക്ക് ജന്മം കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയും കടക്കാരിക. 1,88,000 രൂപ. ഈ ഭൂമിയിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ആ കുഞ്ഞും പിണറായി വിജയന്റെ ഭരണം കാരണം ഇത്രയും രൂപയുടെ കടക്കാരനായിട്ടാണ് ഈ മണ്ണിലേക്ക് ജനിക്കാൻ വേണ്ടി പോകുന്നത്. മുതിർന്ന പ്രവർത്തകനായ ഗോപാൽജിയെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. സംസ്ഥാന സമിതി അംഗം പാലമറ്റത്ത് വിജയകുമാർ, മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് വിനോദ്, പ്രസാദ്, പുളിയറ വേണുഗോപാൽ, രാജേഷ് കമ്മത്ത്, ഗോപാലകൃഷ്ണൻ കടിയാമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.